സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഫാദറിൻ്റെ ഒരു വീഡിയോ ആണ് ശരിക്കത്. അപ്പം ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിത്തീരാൻ കാരണം, അതായത് ഇങ്ങനെ ലോകം ചുറ്റിക്കറങ്ങി ക്യാമറയും തൂക്കി ഓരോരോ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് നമ്മളോട് അത് പറയുകയും നമ്മളെ അങ്ങോട്ടൊക്കെ ആകർഷിക്കുകയും ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്ത് പ്രശസ്തനാവാൻ കാരണം എന്താണ്, എങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ ആയിത്തീരാൻ കാരണം, അതിൻ്റെ നാമ്പ് മുളച്ചതും അത് ഇങ്ങനെ ആയിത്തീരാനുള്ള ആ ഒരു സാഹചര്യവും അദ്ദേഹത്തിൻ്റെ ഫാദർ പറയുമ്പോൾ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് കേൾക്കണം. സഞ്ചാരത്തിലൂടെയെല്ലാം സ്വാധീനിച്ചാണ് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പോൾ അദ്ദേഹവും രണ്ട് മക്കളും അങ്ങയോടൊപ്പമാണ് വളർച്ചയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എനിക്ക് രണ്ട് പെൺമക്കളുണ്ട്. ആ രണ്ട് പെൺമക്കളിൽ ഒരുത്തി കഴിഞ്ഞ ഈ ഇപ്പോൾ ചെറിയ മെഡിക്കൽ ലീവ് എടുത്തിരിക്കുക. കഴിഞ്ഞ 25 വർഷമായിട്ട് സ്കൂളിലെ ടീച്ചറും പ്രിൻസിപ്പലുമായിരുന്നു എൻ്റെ സ്കൂളിലെ. മൂത്ത മോള് അമൃത നഴ്സിംഗ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അവളിപ്പോൾ മാർ സിൽവ നഴ്സിംഗ് കോളേജിൽ ഇപ്പം വർക്ക് ചെയ്യാം. അതെ. അപ്പോൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ലോകരാജ്യങ്ങൾ സഞ്ചരിക്കുന്നു. അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് പുതുതലമുറയ്ക്ക് പ്രചോദനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ യാത്ര അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അദ്ദേഹം നീങ്ങും എന്ന് അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു? ഒന്നുമില്ല, എൻ്റെ കൊച്ചല്ലേ. അപ്പോൾ അവന് പറ്റുന്നിടത്തോളം അവസരങ്ങൾ കൊടുക്കാൻ അന്ന് എനിക്ക് പല പരിമിതികളുണ്ട്. കാരണം സാമ്പത്തികമായ കർഷക കുടുംബമാണല്ലോ. അവിടെ നിന്ന് ഞാൻ മരങ്ങാട്ടിൽ 1970 6 ബെഞ്ചും 6 ഡെസ്കും കൊണ്ട് ആരംഭിക്കുന്നതാണ്. എൻ്റെ പിതാവിൻ്റെ പറമ്പിൽ നിന്ന് ഒരു ആഞ്ഞിൽത്തടി വെട്ടിയെടുത്ത് അത് അടുത്തുള്ള എൻ്റെ സുഹൃത്തായ ഒരു കൊല്ലനെ കൊണ്ട് അർപ്പിച്ചിട്ട് എൻ്റെ സുഹൃത്തായ ആശാരിപ്പയ്യനെ കൊണ്ട് ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കിയത് കൂടെ ഞാനും കൂടി. അങ്ങനെ 6 ബെഞ്ചും 6 ഡെസ്ക് കൊണ്ട് മരങ്ങാട്ടുള്ളി കവലയിൽ, ആ കവലയിലാണ് ഇന്ന് ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് കെട്ടിടങ്ങളും സഫാരിയുടെ ഓഫീസും ലേബറിൻ്റെ പബ്ലിക്കേഷൻ്റെ ഓഫീസും ടൂറിസത്തിൻ്റെ ഓഫീസും വലിയൊരു ക്യാമ്പസായി വളർത്തിയെടുത്തിരിക്കുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു നിർവചനമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പാറൽക്കുളയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പാറൽക്കുളയുണ്ട കാലത്ത് ഇവരെ കൊച്ചുങ്ങളല്ലേ. അപ്പോൾ അന്ന് ധാരാളം ഈ കുട്ടികളെ കൊണ്ട് ഞാൻ ധാരാളം യാത്രകൾ ചെയ്യുമായിരുന്നു. കേരളം മുഴുവനും, കൊച്ചി, അങ്ങനെ കേരളം മുഴുവനും, തിരുവനന്തപുരം, കന്യാകുമാരി, കോവളം, തിരുവനന്തപുരം, മധുര, തിരുവനന്തപുരം, വേളാങ്കണ്ണി, മദ്രാസ്, ബാംഗ്ലൂർ, മൈസൂർ, പിന്നെ തിരുപ്പതി, വേളാങ്കണ്ണി, പിന്നെ ഗോവ. ഈ യാത്രകളിലെല്ലാം ഞാൻ ഇവരെ കൊണ്ടുപോകും, എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകും. പാറക്കുളയിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ആ വിദ്യാർത്ഥിയുടെ പേരൻസ് ഈ കൂടെ കാണും. എൻ്റെ പേരൻസും എൻ്റെ മക്കളും കുടുംബവും എല്ലാം ഇതിൻ്റെ അകത്തുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ മരങ്ങാട്ടിലെ കവലെ ചുമട്ടുതൊഴിലാളികൾ വരെ എൻ്റെ കൂടെ ടൂർ പോരും. കാരണം എല്ലാവരുമായിട്ട് നമുക്ക് വലിയ സൗഹൃദമാണ്. അപ്പോൾ ജോർജ് സാറേ എന്നെ കൂടെ കൊണ്ടുപോകാം, നീയും പോര്, അത്രേ വിഷയമുള്ളൂ. പക്ഷേ വണ്ടിയെ കയറി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഡീസൻ്റ്. കവല കയറി കഴിഞ്ഞാൽ തരികടയാണ്. പക്ഷെ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ എന്തും നമുക്ക് ചെയ്യാം. എന്താവശ്യമുണ്ടെങ്കിൽ ജോർജ് സാറേ എന്നാ വേണ്ട തിരുതര ഇത്. അപ്പോൾ ആ ഒരു വലിയൊരു ബന്ധം പറഞ്ഞു. അപ്പോൾ ഈ യാത്രയ്ക്ക് പോരുമ്പോൾ കൊച്ചു പ്രായത്തിൽ എന്ത് ചോദിച്ചാൽ വണ്ടിയെ മൈക്കുണ്ട്, മൈക്ക് കൊടുക്കും, ഇവരെ കൊണ്ട് പാടിക്കും, പ്രസംഗിപ്പിക്കും, കണ്ട കാര്യങ്ങൾ മൈക്കിൽ കൂടെ പറയണം. അസൈൻമെൻറ്റ് കൊടുക്കുകയും ചെയ്യിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഞാനും വിവരണങ്ങൾ കൊടുക്കും. പിന്നെ അതുപോലെ ഇവർ നോട്ട് എഴുതണം. ഇവർക്കറിയാം അവരുടെ ഭാഷയിൽ കണ്ട കാര്യങ്ങൾ അവരുടേതായ ഭാഷയിൽ എഴുതി വെക്കുക. ഈ നോട്ടെല്ലാം പിന്നീട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ കാണിച്ച് ഒപ്പിടിച്ച് വെക്കണം. അതോ അങ്ങനെ ചെയ്തെങ്കിൽ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകുള്ളൂ. അല്ലാണ്ട് കുറേ ഉണക്ക സബ്ജക്റ്റ് പഠിച്ചു ജീവിതമാകുമോ? അപ്പം നമ്മുടെ സ്കൂളുകളിൽ എത്ര യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഈ സ്കൂളുകളിലും കോളേജിലും എവിടെയെങ്കിലും കുടുംബജീവിതത്തിൻ്റെ സിലബസ് പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്തുമാത്രം ഡൈവേഴ്സാ, 1, 2, 3 പറഞ്ഞ് ഡൈവേഴ്സാ. അപ്പോൾ ഇവർക്കെല്ലാം വലിയ ഉത്സാഹം. പിന്നെ യാത്ര നല്ല ഹോട്ടലിൽ നല്ല ഭക്ഷണം കഴിക്കുക, കാഴ്ചകൾ കാണാൻ, ഇതൊരു ഭയങ്കര ആവേശമില്ല. അപ്പോൾ ഇതെന്താ ഇൻസ്പയർ ചെയ്യണം കുട്ടികളെ, നമ്മുടെ സ്വന്തം മക്കളായാലും വിദ്യാർത്ഥികളായാലും നാട്ടിലുള്ളവരെ ആണെങ്കിലും എന്ത് ചെയ്യണം, ഇൻസ്പയർ ചെയ്യണം.